ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം, കണ്ണൂർ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ശുചിത്വം, സൗന്ദര്യവൽക്കരണം എന്നിവയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറിയ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം, കണ്ണൂർ. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതി ക്യാൻസർ രഹിത കണ്ണപുരം, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ല. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിറ്റി ക്യാൻസർ നിയന്ത്രണ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. ജലലഭ്യത, ഉപയോഗം, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിച്ച് സമഗ്രമായ ജില്ലാ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ചരിത്രരേഖകളും മറ്റു പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരിലാണ്. ചരിത്രരേഖകളും മറ്റു പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവശില്പം സ്ഥാപിതമാവുന്ന ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കണ്ണൂർ. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായി IAS ഓഫീസർ ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. മേഘാലയയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സ്വദേശിയായി IAS ഓഫീസറാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ്, കണ്ണൂരുകാരിയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ: കാപ്പാട് ബീച്ച് കോഴിക്കോടാണ്, ചാൽ ബീച്ച് അഴീക്കോട് കണ്ണൂരാണ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്, ചാൽ ബീച്ച് അത് അഴീക്കോട് കണ്ണൂരിലാണ്. ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ FEE എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്കാണ്. ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് പദവി നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ FEE എന്ന സംഘടനയുടെ ആസ്ഥാനം ഡെൻമാർക്കാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്ററാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്റർ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയത് പിണറായി വിജയനാണ്. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനം പിണറായി വിജയൻ. അപ്പോൾ 1ാം സ്ഥാനം ആരാണെന്ന് ചോദിക്കുമ്പോൾ EK നയനാരാണ്. 1ാം സ്ഥാനത്ത് EK നയനാറും 2ാം സ്ഥാനം പിണറായി വിജയനുമാണ്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുവാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ശുചിത്വ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ
മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ശുചിത്വ ഐ. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം ജി. ഹരികൃഷ്ണൻ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യമാണ് ജി. ഹരികൃഷ്ണൻ. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകം മത്സ്യ 6000. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 2020-25 മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ MEE മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? ഇരവികുളം ദേശീയോദ്യാനം. കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ 2020-2025 മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്? ഇരവികുളം ദേശീയോദ്യാനം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി വേനൽ മധുരം. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി വേനൽ മധുരം. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്. അതിൻ്റെ വേദി കൊല്ലമാണ്. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ തില്ലാന കിരീടം നേടിയ ജില്ല വയനാട്, കൊല്ലം. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി KTIC. പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി KTIC. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വികസന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം KTAP. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം KTAP. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ജൻഗൽസ. അതിനർത്ഥം ജനങ്ങളുടെ ഉത്സവം എന്നാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻഗൽസ. അർത്ഥം ജനങ്ങളുടെ ഉത്സവം. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ജീവൻ ദീപം ഒരുമ. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ.